ഞാൻ 52 വയസ്സ് കഴിയുമ്പോൾ ശബരിമലയിൽ പോകാൻ ആറ്റുനൂറ്റിരുന്നതാണ്. അന്നേരമാണ് 2018 പെണ്ണുങ്ങളെയും വിളിച്ചുകൊണ്ട് പോയത്. സത്യം പറയാലോ സാറേ, ഞാൻ TV വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയായിരുന്നു. എൻ്റെ ആ മോഹം പൊലിഞ്ഞു. പോണോന്നുള്ള മോഹം പൊലിഞ്ഞു. ഇനി എന്തിനു പോണേ? മനസ്സിൽ ആ ഒരു വിഗ്രഹം തകർന്നു പോയി. അത് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കോൺഗ്രസ് പറയും കമ്മ്യൂണിസ്റ്റ് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പറയും കോൺഗ്രസ് ചെയ്തെന്ന്. ഇപ്പൊ ഭക്തരായ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം, സത്യം പറയാലോ, ഭക്തരായ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. ഞങ്ങളുടെ ഓരോ വീട്ടമ്മമാർ, നമ്മള് നാമജപ യാത്രയ്ക്ക് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ BJP ആണോ നോക്കിയല്ല പോയത്. ഞങ്ങൾ എല്ലാ കുടുംബങ്ങളിൽ നിന്നും നാമജപ ഘോഷയാത്രയ്ക്ക് പോയി. എൻ്റെ കോൺഗ്രസിന്റെ മെമ്പർ ചോദിച്ചു, എന്തിനാ സരസ്വതി നീ പോണേ, നിനക്ക് വേറെ പണിയില്ലേന്ന്. അന്ന് ഞാൻ കോൺഗ്രസിൽ നിന്ന് പുറത്തായി. സത്യം പറയാലോ സാറേ, അല്ല അങ്ങനെ ആ ഒരു സംസാരം നമ്മുടെ ആചാരം സംരക്ഷിക്കാൻ അവര് നമ്മുടെ കൂടെ ഇല്ല എന്നൊരു തോന്നൽ അന്ന് വന്നു. സത്യം പറയാലോ. അതുപോലെ സാർ ഒരു കാര്യം, പത്മകുമാർ പേര് പുറത്തു വിട്ടാൽ കുറെ പേര് കുടുങ്ങും. അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അപ്പോ കുറെ പേര് കുടുങ്ങും. അതുകൊണ്ടാണ് ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തത്. സത്യമായിട്ടും അത് തന്നെയാ. ഇവിടെ ഇത്രയും കൂടിയിരിക്കുന്നു, കളവ് നടത്തി. ഇതിൽ എത്ര പേരെ CBI അന്വേഷണത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കോടതി ഞങ്ങളുടെ നിർദ്ദേശം വെച്ചാൽ ഒരു കേന്ദ്ര ഏജൻസി കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടത്തണമെന്നാണ്. വളരെ സന്തോഷം. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI വരട്ടെ, ഏത് ഏജൻസി ഹൈക്കോടതി നിരീക്ഷണം. കാരണം ഇവർ രണ്ടും ഒന്നാണ്. CBI കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. പിണറായിയുടെ എത്രയോ പിടിക്കേണ്ട കേസുകളുണ്ടായിരുന്നു, ഒന്നും പിടിച്ചില്ലല്ലോ. EDയും ഒന്നും പിടിച്ചിട്ടില്ല. അപ്പൊ ഇനി CBI കൊണ്ടുവന്നിട്ട് ഒത്തുകളിക്കാണെങ്കിൽ നമ്മൾ സമ്മതിക്കത്തില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അങ്ങനെ അന്വേഷണം നടക്കുന്ന നിരവധി കേസുകൾ ഇന്ത്യയിലുണ്ട്. അതുപോലെ ശബരിമല കേസും കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കട്ടെ. ഡെക്കാൻ ഹെറാൾഡിന്റെ അന്വേഷണം കഴിയും സമയം കിട്ടിയെങ്കിൽ വരും. ഡെക്കാൻ ഹെറാൾഡിന്റെ കേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഇത് മറ്റുള്ള മറ്റുള്ള കേസുകൾ പോലെയല്ല, ഒരു വിശ്വാസത്തിന് പറ്റിയ കേസാണ്. CPM ആരോടാന്ന് മനസ്സിലായല്ലോ. സഹോദരി എനിക്ക് പറയാണ്ട്, മണിയട്ടില് നവജപ ഘോഷയാത്രയിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ കോൺഗ്രസ്സുകാരെല്ലാവരും ഈ ഇതിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ടുള്ള ശബരിമല വിഷയത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രതിഷേധവും വരെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി അതിൽ സജീവമായി ഉണ്ടായിരുന്നതാണ്. മറ്റാരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.